ഹലോ കുട്ടികളെ, ടൈനി ബഡ്സിന്റെ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരുന്നു. അതിലാണ് 1ഉം 2ഉം നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 നമ്പറാണ്. 3 എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാമോ? 3 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി 3 എണ്ണമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ത്രികോണം. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കേ. ഫാൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഫാനിന് എത്ര ലീഫുകളുണ്ട്? അതുപോലെ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയ്ക്ക് 3 വീലുകളാണ് ഉള്ളത്. അപ്പോൾ 3 നമ്പർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് സങ്കലന പട്ടിക എഴുതിയ പേജ് എടുക്കാം. അതിൽ നമ്മൾ എന്തായിരുന്നു നേരത്തെ എഴുതിയിരുന്നത്? 1 + 1 2 എന്ന് നിങ്ങൾ എഴുതിയിരുന്നു. ഇനി അടുത്തത് എന്ത് എഴുതണം? 2 + 1 3 എന്ന് എഴുതുക. 1 1 2, 2 1 3. ഇത്ര 2 ലൈനുകളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ബുക്കിന്റെ ലാസ്റ്റ് പേജ് എടുക്കുക. അതിൽ നമ്മളൊരു ടേബിൾ എഴുതിയിരുന്നു 1 2 എന്ന്. അതുപോലെ ഇനി അടുത്തത് എന്താണ് എഴുതേണ്ടത്? നമ്മൾ 3 ആണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ 3 എഴുതുക. 3 അക്ഷരത്തിൽ 3 എന്ന് എഴുതുക. ഇംഗ്ലീഷിൽ 3 എന്ന് എഴുതുക. THREE 3. ഇനി ഹിന്ദിയിൽ 3 എന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ 1 2 3 അതിന്റെ കൂടെയുള്ള അക്ഷരത്തിലും അക്കത്തിലും ഒക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഗണിതം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നമ്മൾക്ക് മലയാളം അക്ഷരങ്ങൾ പഠിക്കാം. മലയാളം അക്ഷരങ്ങൾ നമ്മൾ I വരെയാണ് പഠിച്ചത്. ഇനി അടുത്തത് ഏതാണ് വരിക? O എന്ന അക്ഷരമാണ് വരുന്നത്. എങ്ങനെയാണ് O എഴുതുന്നത്? ചെറിയൊരു കുനിപ്പിട്ട് അതിൽ കൂടി കൊണ്ടുപോയി ഇങ്ങനെ വളച്ചെഴുതുക. 3 പോലെ ഇങ്ങനെ എഴുതുക. O എന്ന് എഴുതുക. O എഴുതി കഴിഞ്ഞാൽ O എഴുതിയിട്ട് ഒരു ദീർഘം കൊടുക്കുക. അപ്പോഴാണ് O എന്നാവുന്നത്. അതിനുശേഷം O എഴുതി ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുക. O എഴുതുമ്പോൾ ഒരു ദീർഘമാണ്. കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ ഞാ പോലെ എഴുതി താഴേക്ക് വളച്ചു കൊണ്ടിരിക. O നിങ്ങൾക്ക് എഴുതാനായിട്ട് മനസ്സിലായില്ലേ? ആദ്യമേ ഒരു ചെറിയ കുനിപ്പൊക്കെ ഇട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് 3 എന്ന് പോലെ എഴുതുക. ഇത് 2 വരയ്ക്കുള്ളിലാണ് നിങ്ങൾ എഴുതേണ്ടത്. കൃത്യമായി 2 വരയ്ക്കുള്ളിൽ നിങ്ങൾ എഴുതണം കേട്ടോ. അടുത്തത് ഏതാണ് നമ്മൾ വരിക? ആണ് വരിക. O ഔ അം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യമേ ഒരു ദ എഴുതുക. അതേ കൂട്ടി റാ എഴുതുക. പിന്നെ ഒരു രാ എഴുതുക. കണ്ടോ, നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരു ചെറിയ പൂജകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അമ്മായി. ഇനി എങ്ങനെയാണ് എഴുതുന്നത്? അതുപോലെ തന്നെ ദ എഴുതുക, റാ എഴുതുക, കൂടെ രായും കൂടെ എഴുതി 2 വട്ടം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ആയി. അപ്പോൾ മലയാള അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈസിയല്ലേ എഴുതാനായിട്ട്? O ഔ ആ. അടുത്ത നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മൾ ഏതാണ് ഇനി പഠിക്കുന്നത്? ABCD E വരെയാണ് നമ്മൾ പഠിച്ചത്. ABCDEF. ഇനി G ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അടുത്തത് GHI. ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ മുകളിലത്തെ 3 വരെ ഇങ്ങനെ GHI എന്ന് എഴുതുക. ഇനി സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ താഴത്തെ 3 ലൈനിൽ G എഴുതുക. H മുകളിലത്തെ 3 ലൈനിൽ H എഴുതുക. I എഴുതുമ്പോൾ നടുവിലത്തെ 2 വരയിൽ I എഴുതുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എഴുതണം. ഇത് GHI സ്മോൾ ലെറ്റർ GHI. അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നുണ്ട് 4 വരയിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഹിന്ദി അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത്. ഹിന്ദി അക്ഷരങ്ങൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് എഴുതുന്നത് നോക്കൂ. ആദ്യമേ ഒരു 3 എഴുതുക, ഒരു വരയിടുക, ഇവിടെ ഒരു വരയിടുക. അത് മുകളിലും ഒരു വരയിടുമ്പോൾ അത് ആയി. 3 എഴുതി ഒരു കുഞ്ഞു വരയിട്ട് ഇവിടെ നിന്ന് ഒരു വരയിട്ട് ഇവിടെ ഒരു വര കൊടുക്കുമ്പോൾ എന്ന അക്ഷരമായി.
ഇനി ആ എന്ന് എഴുതാൻ ആ എഴുതിയതിനു ശേഷം ഒരു വരയും കൂടെ കൊടുക്കുമ്പോൾ ആയി. ഈ വരയിൽ ഇവിടെ മുട്ടിയാണ് ഇരിക്കേണ്ടത് കേട്ടോ. അടുത്തത് ഇ എഴുതുന്നത് എങ്ങനെയാണ്? വരയുടെ താഴെ ചെറിയൊരു വരയിട്ട് അതിൽ നമ്മൾ എസ് എന്നെഴുതി അകത്ത് കയറ്റി പുറത്തിറക്കിയാൽ ഇ എന്ന അക്ഷരമായി. ഈസി അല്ലേ ഇത് എഴുതാൻ? അതിനുശേഷം ഇ എന്നാകുമ്പോൾ ചെറിയ വരയിട്ട് എസ് എഴുതി ഇ എന്നെഴുതി ഇവിടെ ഇതുപോലെ ഒരു ചിഹ്നം കൊടുക്കുക. അപ്പോൾ ഇ എന്നായി. അടുത്തത് ഉ എഴുതാൻ വളരെ ഈസിയാണ്. ഒരു 3 മാത്രം എഴുതിയാൽ മതി. ഉ ആയി. അടുത്തത് ഉ എഴുതി ഇങ്ങനെ ഒരു ഉനിപ്പുഴ കൊടുക്കുമ്പോൾ ഉ എന്ന അക്ഷരമായി. ഹിന്ദി ഈസി അല്ലേ എഴുതാനായിട്ട്? ആ ഇ ഉ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.